3.4 ചോദിക്കണേ, ഏകദേശം 3.4 ലോൺ കൊടുക്കണം. ലോണോ ഫുൾ ഓൾ അൾട്ടോ കേട്ടോ ഫുൾ ഓൾ ഉറപ്പ് മുടക്കാതെ 1.15 LXi കൊടുക്കാം. 1.15 വണ്ടി കൊടുക്കാം. LXi കൊടുക്കാമല്ലോ. 2009 ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള ഇത് 83 റുപ്യ 85 ചോദിച്ചു 83 കൊടുക്കാറുണ്ട്. ഇനി എന്തെങ്കിലും പാർട്ടി വരുന്നതിനനുസരിച്ച് മാക്സിമം പിന്നെ സംസാരിച്ച് നോക്കാം. നമുക്ക് 1.70 ചോദിക്കണവര് 1.65 നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. VDI ഡീസൽ 1,70,000 ചോദിച്ചാണ്ട് 1,65,000 കൊടുക്കാം. ചെറിയ വില ഉള്ള ഒരു മാർജിന്റെ കായ്ക്ക് 70,000 കൊടുക്കാം. കിലോമീറ്റർ അല്ലാതെ 90 സംതിങ് ഓടിയിട്ട് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് 78,000 കിലോമീറ്റർ. തുരുമ്പും കാര്യമൊന്നുമില്ല. ഒരു പരിപാടിയില്ല. നല്ല കറക്റ്റ് വണ്ടി. ഇത് 7 സീറ്റ് വണ്ടിയല്ലേ? 7 സീറ്റ്. ₹1 മുടക്കാതെയാണ് ഫുൾ ഓൾ ടാക്സ് റെഡി കൊടുക്കും. ₹2 കീപ്പട്ട് കൊടുക്കും. 1.90 ഫൈനൽ കൊടുക്കാം. 1.90 ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോ നമ്മളങ്ങനെ വീണ്ടും ഏകദേശം ഒരു മാസത്തിന് ശേഷം മലപ്പുറം മോട്ടോഴ്സിലാണ് വീണ്ടും എത്തിക്കുന്നത്. പാണായി സൗദിപ്പുള്ള മലപ്പുറം മോട്ടോഴ്സിൽ കേട്ടോ കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയും. ഫുൾ ഓൺ വണ്ടിയുടെ ഏകദേശം ഒരു 10ഓളം വണ്ടികൾ ഫുൾ ഓൺ ഉണ്ട്. അതേമാതിരി തന്നെ അൾട്ടണ്ണൂറിന്റെ ചാകര, മാരുതി 800 ചാകര, എല്ലാ മോഡൽ വണ്ടികളും ഉണ്ടല്ലോ അല്ലെ. പോളോകളുണ്ട് ചെറിയ പൈസക്ക് 3 ലക്ഷത്തിന്റെ ഉള്ളിലായിട്ട്. അൾട്ടോള് പറഞ്ഞ ഏകദേശം ഒരു 80-75 ആ ലെവലിലാണ് അൾട്ടോള് തുടങ്ങുന്നുണ്ട്. സാൻഡ്രോകൾ ചെറിയ കായ്ക്ക് 70,000 ZS അങ്ങനത്തെ കുറെ വണ്ടികളുണ്ട്. അതേമാതിരി ഡാക്സൺ റെഡിക്കൊക്കെ ഫുൾ ഓണിലാണ്. സ്വിഫ്റ്റുകളുണ്ട് 1,60,000 70,000 ലെവലില്. അതേമാതിരി സണ്ണികളൊക്കെ ചെറിയ പൈസക്ക്. നമ്മളെ കോളില് റഷീഖാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. റഷീഖ, ലൊക്കേഷൻ പറഞ്ഞു. ലൊക്കേഷൻ മഞ്ചേരി, പിന്നെ മലപ്പുറത്ത് നിന്നൊക്കെ 5 കിലോമീറ്റർ ആണ്. മലപ്പുറം ജില്ലയിലെ മലപ്പുറം മഞ്ചേരി റോട്ടില് 5 കിലോമീറ്റർ. മലപ്പുറത്ത് നിന്ന് 5, മഞ്ചേരിന്ന് 5. അതെ, സൗദിപ്പടി എന്നാ പറയാ. ഇവിടേക്ക് സൗദിപ്പടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വരില്ലേ? മെയിൻ റോഡിന്റെ വക്കിന് ജോലി വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ വിട്ടുകൊടുക്കാമല്ലോ. എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ടോ? നമുക്ക് ഇവിടെ 70 മുതലില്ല സ്റ്റാർട്ടിംഗ് ഉള്ളു. ഇപ്പൊ ഏറ്റവും കുറഞ്ഞപ്പോ അങ്ങനെയാണല്ലേ? എല്ലാവരും കുറഞ്ഞുണ്ടായിരുന്നു. 70, ആൾട്ടോ 80 ആ റേഞ്ചിലൊക്കെ പുതിയ പേപ്പർ എടുത്ത വണ്ടികളൊക്കെ ഉണ്ട്. കുറെ ഉണ്ടല്ലോ. പിന്നെ ബൊലേറോ ഉണ്ട്. അതേമാതിരി മൈക്രോ, സണ്ണി, സ്വിഫ്റ്റ്, പോളൊക്കെ ഫുള്ളോണില് കൊടുക്കാം. കൊറേ വണ്ടികളുണ്ട്. ഏതാണെങ്കിലും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനല്ലേ? നിങ്ങൾ ഏത് വണ്ടിക്കും വിളിച്ചോളൂ. ഏത് വണ്ടി സെറ്റ് ആയത് ഏകദേശം ഒരു 10, 40, 45 വണ്ടികളുണ്ട്. ഫുള്ളോളാണ്. പോളോളം കൊടുക്കുന്നുണ്ട്. കുറെ കയറാനുണ്ട്. മേജർ ആക്സിഡന്റ്, ഫ്ലഡ് ഗ്യാരണ്ടി ഒക്കെ ഗ്യാരണ്ടി വണ്ടി പറഞ്ഞു കൊടുക്കുള്ളൂ. അല്ലാതെ അങ്ങനത്തെ വണ്ടി പറഞ്ഞു കൊടുക്കുള്ളൂ. പറ്റിച്ചിന് പരിപാടി ഒക്കെ വീഡിയോയിലും കണ്ടല്ലോ. കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഓർക്ക് 100% ഗ്യാരണ്ടി ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പൈസ ആദ്യം തരണ്ട. ചെക്ക് ചെയ്തോട്ടെ. ആധാർ കാർഡിന്റെ ഒരു കോപ്പിയാണ്. ചെക്ക് ചെയ്തൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയാലും മാത്രമേ വരുള്ളൂ. എത്ര നമ്പർ കൊടുക്കാം? വിശ്വാസം കൊണ്ടാണ്. എന്തായാലും ചെക്ക് ചെയ്തെടുത്തോളി. അത്രയും ഗ്യാരണ്ടി ഉള്ള വണ്ടികളാണ്. പിന്നെ ഫ്ലഡും മേജർ ആക്സിഡന്റ് എന്തായാലും ഗ്യാരണ്ടി ആണല്ലേ? വീഡിയോയിൽ കാണാല്ലേ? അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കണ്ടി മറക്കാം, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കട്ടെ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് സാധാരണക്കാരെ ചെറുവണ്ടിമെന്നാണ്. ചെറുവണ്ടി ഷോപ്പാണ്. എന്നാലും ചെറുവണ്ടിമ നമ്മൾ ഫസ്റ്റ് അൾട്ടോ ചാകരാണല്ലേ? നമ്മളെ കൂടുതൽ റഷീഖ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഷാറല്ലേ? അപ്പൊ എങ്ങനെ ബ്ലാക്ക് കളർ അൾട്ടോ ഉണ്ട്? ഇത് 2009 മോഡല്. സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഒന്നും വരൂല. നല്ല ക്വാളിറ്റി വണ്ടി. ബോഡി ഷേപ്പ് ഒക്കെ കണ്ടില്ല. 5 കൊല്ലം പേപ്പർ ഒക്കെ പുതിയായിട്ട്. ഫുൾ ക്ലിയർ. ഈ ടാക്സ് മിഞ്ഞാന്ന് അടച്ചത്, ഇൻഷൂർ മിഞ്ഞാന്ന് അടച്ചത്. റിന്യൂവൽ പുതിയ ടീമിന് എടുത്ത് കൊടുക്കും. വെറും 85,000 കിലോമീറ്റർ. മൂന്നാമത്തെ ഓണറാണ്. ഒന്നിന്റെ താഴത്ത് കോടി ഉണ്ടാവുമല്ലോ അല്ലേ? എന്താണ് 85,000 ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള റീപ്ലേസും കാര്യം ഒന്നുമില്ല. റീപ്ലേസും ഇല്ല. ഗ്യാരണ്ടി ആണല്ലേ? ഒക്കെ ഗ്യാരണ്ടി. നല്ല വണ്ടി. ബോഡി ഷേപ്പിലാണ്. ഇതിപ്പോ ലോൺ കയറുമോ? ലോൺ നമുക്ക് പകുതി കാണാം. 88,000 85,000 എന്തായാലും പകുതി ലോൺ കയറും. ഏകദേശം 10-30 40 വണ്ടിയാണ് ഇറക്കാൻ പറ്റും. 18,000 മൈലേജ് കിട്ടൂലേ? 20 അടുത്ത തന്നെ ആൾട്ടോ കിട്ടും ചെയ്യാലോ. അടുത്ത വണ്ടി വീണ്ടും ആൾട്ടോ ആൾട്ടോ LXi. എത്ര മോഡൽ? സ്റ്റാരിങ് പവറിന്റെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2010 മോഡൽ. അത് 9 മോഡലാണ്. ഇത് 10 മോഡലാണ്. 10 മോഡൽ LXi സ്റ്റാൻഡേർഡ് ആണല്ലേ? കിലോമീറ്റർ ഇത് 70 സംതിങ് ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് കാര്യമൊന്നുമില്ല. തട്ടേമുട്ട ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാം. നല്ല വണ്ടി. എത്ര വണ്ടി? 30.
1,30,000 LX I ആണല്ലേ? വർഷങ്ങൾക്ക് വരുന്ന വണ്ടിയാണ്. ഒക്കെ ഉണ്ട്, ഒക്കെ ഇതുണ്ട്. ന്യൂ മോഡൽ വണ്ടി കേട്ടോ. ഡിജിറ്റൽ മീറ്റർ കാര്യമൊക്കെ വരുന്ന 2010 തന്നെ പഴയ ടൈപ്പ് ഉണ്ട്. ഇത് ന്യൂ ഷേപ്പ് ആണല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ സീറ്റും അതിന്റെ സീറ്റും ഒക്കെ വ്യത്യാസമുണ്ട്. ചെയ്ത വണ്ടിയാണല്ലോ. ഇത് നീളത്തിലാ വരിക, മറ്റേ 2 ഇതായിട്ട് ന്യൂ ടൈപ്പ് അങ്ങനെ വരും. അത് കണ്ടോ, അതിന്റെ ഉള്ളൊന്നും കണ്ടോ. പിന്നെ മീറ്റർ ഡിജിറ്റൽ ആയിരിക്കും. എണ്ണന്റെയും കാര്യമൊക്കെ എന്തായാലും 1,30 നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. ഇതിന്നും കൊടുക്കട്ടെ, 85 നെഗോഷ്യബിൾ ആണല്ലേ? ലോൺ ചെയ്യാം. എത്ര റുപ്യ ലോൺ കൊടുക്കാം? ബാങ്ക് ലോൺ കൊടുക്കാം. ഒരു 30,000 അൾട്ടോ കൊണ്ടുപോകാം. അതാണ് 18-20 മൈലേജ്. പിന്നെ ഒന്ന് നോക്കാം, ചോദിക്കണ്ടല്ലേ? അടുത്ത വീണ്ടും അൾട്ടോ ആണ്. സിൽവർ കളറാണ്. അൾട്ടോ ചാകരാണ്. അൾട്ടോ ചാകര അൾട്ടോ ഇനിയും കൊറേ ഉണ്ട് അവിടെ, അപ്പുറത്തൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഫുള്ള് ചെയ്യണില്ല, അടുത്ത വീഡിയോയിലും ഇടണത്. രണ്ട് പാർട്ടാക്കി പാർട്ടിലും വരുമല്ലേ? ഇത് 2009 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 9 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് LXi ഏസിയും പവർ സ്റ്റാരിംഗ് ഒക്കെ പുതിയ പേപ്പർ എടുത്ത വണ്ടി. കിലോമീറ്റർ നമുക്ക് വേണമെങ്കിൽ നോക്കാം. വല്ലാതൊന്നും ഓടിയിട്ടില്ല. ഒക്കെ ചോദിക്കണവർക്ക് നമുക്ക് ഈ വൈരത്തുനിന്നൊക്കെ ചാവിടിച്ച് നോക്കണം. വലിയൊരു ഓവർ ഓട്ടം റീപ്ലേസും കാര്യം ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 5 കൊല്ലത്തിന് പേപ്പർ എടുത്ത വണ്ടിയാണ്. ഇപ്പൊ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരാഴ്ച ആയിട്ടില്ല. ഫുള്ള് പേപ്പർ, ഇൻഷൂർ, ടാക്സ്, റിന്യൂവൽ ഒക്കെ. നമുക്ക് 1,15 LXi കൊടുക്കാം. 1,15 വണ്ടി കൊടുക്കാം. LXi കൊടുക്കാനല്ലോ. 2009 ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള. അതെ, ഇനി 2007 വേണേണ്ട്, 2009, 10, 11 ഒക്കെ അവിടെ. ചെറിയ വിലക്ക്. ഇതിമേ ലോൺ എത്ര കയറുന്നാല്? ഇതിമേ നമുക്കൊരു 80, 70, 86 മാക്സിമം കയറും. ഒരു 10-30 വണ്ടി ഇറക്കാം. 18 ലെവലിൽ മൈലേജും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി സിൽവർ കളറ് സ്വിഫ്റ്റ് ആണല്ലേ? സ്വിഫ്റ്റ് 2007 മോഡല് ഡീസൽ VDI വണ്ടി. മോഡല് ഡീസൽ VDI ആണ്. 27 പേപ്പറും കാര്യമൊക്കെ എടുത്ത വണ്ടിയാണ്. നല്ല സീറ്റാറ്, സെൻട്രൽ ലോക്ക്, 4 ഡോർ വിൻഡോ, AC പവർ സ്റ്റാരിംഗ് ഒക്കെ വരും. ഒക്കെ വരുന്ന വണ്ടിയല്ല, അടിച്ചാപ്പൊളിച്ച വണ്ടിയില്ലേ? ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടയറും കാര്യമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. ഒരു 50%, 60%. ടയറൊക്കെ നമുക്ക് 1,70 ചോദിക്കണവര് 1,65 നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. VDI ഡീസൽ 1,70,000 ചോദിച്ചാണ്ട് 1,65,000 കൊടുക്കാം. മാക്സിമം ലോൺ കയറി കൊടുക്കാം. മാക്സിമം ഇതിന് പകുതി ലോൺ കൊടുക്കാം. 1,70,000 10,80,000 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഇതൊക്കെ പിന്നെ സെറ്റ് ലോണേ കിട്ടുള്ളൂ. അതെന്താ വെച്ചാല് നമ്മളെ മലപ്പുറം ജില്ല നടക്കുള്ളൂ. പിന്നെ ശേഷമല്ലേ നമുക്ക് ഫുള്ള് ബാങ്ക് ലോൺ. റീപ്ലേസ് ഒന്നും ഇല്ല, റീപ്ലേസും കാര്യമൊന്നും ഒന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒക്കെ ഫുള്ള് സർവീസ് കാര്യമൊക്കെ ഓയില് കാര്യമൊക്കെ മാറ്റിയാണല്ലോ അല്ലേ? മൈലേജ് എത്ര കിട്ടും? മൈലേജ് 20 കിട്ടും. ഡീസൽ അല്ലേ? എന്തായാലും മൈലേജ് കിട്ടുമല്ലോ, ധൈര്യമായിട്ട് പറയാലോ. അടുത്ത വണ്ടി വൈറ്റ് കളറ് i20 ആണല്ലേ? i20 ഇത് 2012 മോഡല്. പിന്നെ മാഗിന് ഓപ്ഷൻ ആണ്. 4 ഡോർ വിൻഡോ ഒക്കെ വരും. പിന്നെ ഡീസലാണ്. 10-20 മൈലേജും കിലോമീറ്റർ 1,35, രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത്. റീപ്ലേസ് കാര്യമൊന്നുമില്ല, കറക്റ്റ് സർവീസിലെ വണ്ടി തന്നെയാണ്. അതെ. എത്രക്ക് കൊടുക്കാം? നമുക്ക് 2,60. 2,60,000 ചോദിച്ചാൽ കുറച്ച് കൊടുക്കാം. ലോണും ഏകദേശം 2 ലോണും കൊടുക്കും. മാക്സിമം കയറും. ഒരു 10-40 റുപ്യ 50 റുപ്യ 60 വണ്ടി ഇറക്കട്ടോ. പ്രൊഫൈലാണ് മെയിനായിട്ട് പറഞ്ഞത്. മാക്സിമം ലോൺ തന്നെയാണല്ലോ. നമ്മള് ഫുള്ള് കൊണ്ടുപോയാലേ കൊണ്ടുപോകണുള്ളൂ. നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളെ കച്ചവടം പറയില്ല. ധൈര്യമായിട്ട് വന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മളെ അത്ര ഗ്യാരണ്ടി ആണല്ലേ? അത് ഫുള്ള് ഗ്യാരണ്ടി. ഫുൾ വണ്ടികൾ പറയാനുണ്ടോ? നമ്മള് പരിചയപ്പെടാണ്ട് ചെറിയ പൈസ വണ്ടികളൊക്കെ ഒരു 5-8 വണ്ടി, ചെറിയ വണ്ടികൾ ഫുൾ ലോണിന് കൊടുക്കുന്ന വണ്ടികളും ഏത് വേണേലും വിളിച്ചോട്ടെ. നമുക്ക് ഫുള്ള് ഡീറ്റെയിലും കാര്യം കൊടുക്കാം. അടുത്ത വണ്ടി അൾട്ടോ 800 ആണ്. ഒരു ആഷ് കളർ അല്ലേ? ഗ്രേ കളർ. ഇത് 2015 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. LXi ആണ്. LXi AC പവർ സ്റ്റാരിംഗ്, പവർ വിൻഡോ ഒക്കെ വരുന്നതാണ്. 2 ഡോർ വിൻഡോ. 2 ഡോർ. അത് LXi VXi ഒക്കെ സെയിം. ഇതിനെന്താ വെച്ചാ VXi പറയുമ്പോ ഒരു കമ്പനി സെറ്റ് വരും, അത് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബാക്കില് ഡിക്കി സ്പോയിലറാ വരിക. അങ്ങനെയാണ്. അതെ, ഇത് LXi ആണ് വണ്ടി. ടയറും കാര്യമൊക്കെ ഒരു 50-60% ടയർ ഉണ്ട്. ആകെ 67 കിലോമീറ്റർ ഹിസ്റ്ററി ഒക്കെ ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 2015 മോഡല്. 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 20
നമുക്ക് 2.35 ചോദിക്കണേ, 2 ലക്ഷം റുപ്യ വരെ ലോണും വേണമെങ്കിൽ കൊടുക്കും. 2,35,000 വെച്ചാണ് 2 ലക്ഷം ലോണും കയറും. 35,000-30,000 വണ്ടി ഒന്നുമില്ല. ഹിസ്റ്ററിയില്ല, കമ്പനി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയില്ല. ഫുൾ ധൈര്യമായിട്ട് ഷോറൂം കണ്ടീഷനിൽ വണ്ടികൾ കൊണ്ടുപോകാം. അത്ര ഗ്യാരണ്ടി മാക്സിമം ലോണുള്ള വണ്ടിക്ക്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 20 കിലോമീറ്റർ പെട്രോളിന് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി അൾട്ടോ കാറ്റൻ ആണല്ലേ, സിൽവർ കളർ. അൾട്ടോ കാറ്റൻ VXI ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ടയറും കാര്യമൊക്കെ 4 പുത്തൻ ടയറുകളാണ്. ഏകദേശം ഫുൾ ഓൺ കൊടുക്കട്ടോ. 3.25 ചോദിക്കണത്. ഏകദേശം 2018 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 4 ടയർ പുത്തൻ, നല്ല സീറ്റ് കവറ് കാര്യമൊക്കെ ഉണ്ട്. ആൾട്ടോ കാറ്റനിൽ വരുന്ന VXI വണ്ടി ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. 3.25 ചോദിക്കണേ, ഏകദേശം 3.25 ലോൺ കൊടുക്കും. റീപ്ലേസും കാര്യമൊന്നുമില്ല, ഒരു പരിപാടി സർവീസ് ഇല്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കമ്പനി ഒക്കെ മൈലേജ് ഏകദേശം 20 കിലോമീറ്റർ മൈലേജ്. എന്തായാലും മൈലേജ് നിങ്ങളെ വിളിച്ചോ. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ ഫുൾ ഓൺ കൊടുക്കും വണ്ടി. മൈലേജ് ഉള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ്, സിൽവർ കളർ. സ്വിഫ്റ്റ് ഇത് ന്യൂ ഷേപ്പ് വണ്ടിയാണ്, 2011 മോഡല്. 11 ഈ ന്യൂ ഷേപ്പ് തുടങ്ങിയത്. 18 മോഡൽ, 18 വരെ 11 മോഡൽ തുടങ്ങുന്നുണ്ട്. അപ്പൊ ആ മോഡൽ തുടങ്ങിയത് ന്യൂ ഷേപ്പ്. 2011 VDI ആണ്. 1,58,000 കിലോമീറ്റർ ഓട്ടം. 58 പറഞ്ഞ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടില്ല. അത് നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് എടുത്താ കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. VDI വണ്ടിയാണ്. നമ്മള് 2.65 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. VDI പുതിയ മോഡലില് 3ന്റെ കിട്ടണില്ല. 3ന്റെ കാലത്തേക്ക് നല്ല വണ്ടികളൊന്നും കിട്ടണില്ല. നമുക്ക് 2.70 ചോദിക്കാണ്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. മാക്സിമം കുറച്ച് ലോൺ ഫുൾ ലോൺ കയറില്ല. ഇതിന് ഏകദേശം ഒരു 2 റുപ്യ റേഞ്ചില് 65 റുപ്യ ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടി, പുതിയ മോഡൽ സ്വിഫ്റ്റ് കൊണ്ടാകാലോ. 60 വണ്ടി ഇറക്കാം. അതാ ഗ്യാരണ്ടി പറഞ്ഞു. മൈലേജ് ഉണ്ടാവില്ല. മൈലേജ് 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് കാര്യമൊന്നുമില്ല. വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് വണ്ടി എടുക്കും മാക്സിമം സൗകര്യം ചെയ്തു. അതാണ് അടുത്ത വണ്ടി. ഒമ്നിയാണ്, 3 ഒമ്നിയാണ്. ഇവിടെ 1, 2 വേറെ ഉണ്ട്. ഒരു വൈറ്റ് ഉണ്ട്, ഒരു സിൽവർ ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്. അപ്പൊ ഇതാണ് ഡില്ലേ. ഇത് 2017 മോഡൽ. പിന്നെ 77,000 കിലോമീറ്റർ ഓട്ടാണ്. പിന്നെ 2.40 ചോദിക്കണേ. ഏകദേശം നമുക്ക് 2 ലക്ഷം റുപ്യ ലോണും കൊടുക്കാം. 2.40 ലക്ഷം ലോൺ. ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ്. നല്ല അടിപൊളി സീറ്റ് കവർ, 4 പുത്തൻ ടയർ കാര്യമൊക്കെ ഉണ്ട്. 7 സീറ്റ് വണ്ടിയല്ലേ? 7 സീറ്റ് വണ്ടിയാണ്. കമ്പനി തട്ടേമുട്ട ഒരു പരിപാടി. ഗ്യാരണ്ടി. എത്ര ഓടിക്കണ്ടേ? അത് 70 സംതിങ് കിലോ. 73,000 കിലോ. ഇതിലെന്താ AC കാര്യങ്ങളൊന്നും വരില്ലല്ലോ? സാധാ സിമ്പിൾ സ്റ്റാരിംഗ് ഉണ്ടാവില്ല. ഫുള്ള് ഫ്രീ ആണല്ലോ. സ്റ്റാരിംഗ് ഇല്ല, വേറെ പണിയും കാര്യമൊന്നുമില്ല. നല്ല തിരുമ്പ് കാര്യമൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2017 2.40 എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. 2 ലക്ഷം റുപ്യ ലോൺ കൊടുക്കാം. 40 വണ്ടി ഇറക്കാം. അതെ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 15-16 MTFI ആണ്. 15-16 മൈലേജ് കിട്ടുമല്ലോ അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒമ്നിയാണ്, സിൽവർ കളർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണത്. എത്ര മോഡൽ ഉണ്ട്? ഇത് 2010 ഉള്ളൂ. 10 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. പറഞ്ഞ വിലന്റെ ഒമ്നി വണ്ടികൾക്ക് ഇതുണ്ട്. പിന്നെ ആകെ 78,000 കറക്റ്റ് ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. പള്ളിയിൽ അച്ചായന്റെ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, 78,000 കിലോമീറ്റർ. തുരുമ്പും കാര്യമൊന്നുമില്ല. നല്ല കറക്റ്റ് വണ്ടി. ഇത് 7 സീറ്റ് വണ്ടിയല്ലേ? 7 സീറ്റ്. 4 പുത്തൻ ടയർ. റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ ഗ്യാരണ്ടി. MTFI ആണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.25 ചോദിക്കണം. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഒരു 80-90 ആ റേഞ്ചിൽ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. ഒരു 10-40 ഫുൾ ഗ്യാരണ്ടി വണ്ടിയിലെ നല്ല ഗ്യാരണ്ടി ഹിസ്റ്ററിലുള്ള വണ്ടിയാണ്. ഒക്കെ 7 സീറ്റ് വണ്ടികളാണല്ലേ? 15,000 മൈലേജ് കിട്ടും. 15-16. അടുത്ത വണ്ടി വീണ്ടും ഒമ്നിയാണ്, വൈറ്റ് കളർ ആണല്ലേ? ഇത് ആകെ 30 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഹിസ്റ്ററി സർവീസ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. 7 സീറ്റ് വണ്ടിയല്ലേ? അവര് തിരുമ്പോ കാര്യമ്പോ ഒന്നും പരിപാടി. 7 സീറ്റ് വണ്ടികൾ.
ഇത് 5 സീറ്റ് ആണോ? എക്സ്ട്രാ വെച്ചാണ് 5 സീറ്റ് വരുന്നതാണ്. 7 സീറ്റ് ആക്കിയതാണ്. സീറ്റ് വേണമെങ്കിൽ അവർക്ക് 7 സീറ്റ് 7 സീറ്റ് ആണ്. സീറ്റ് ഇതുണ്ട്. ഇത് ഇങ്ങനെ കൊടുക്കൂല നമ്മള്? എങ്ങനെ കൊടുക്കാം. ഇത് കിലോമീറ്റർ ഓടിക്കും. ഇത് 34 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, കറക്റ്റ് കമ്പനി സർവീസ്, 5 ടയർ ടയർ ഉണ്ടല്ലോ അല്ലേ? സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.85. 1.85 കുറച്ച് കൊടുക്കും. ചെറിയ എന്തെങ്കിലും നെഗോഷ്യം. പിന്നെ 30,000 ഓടിയ വണ്ടി 2013 കിട്ടൂല. അതുകൊണ്ടാണ് കിട്ടൂല. സർവീസിലെ വണ്ടിയാണ്. ഇതും അതൊക്കെ 70,000 മറ്റൊക്കെ കറക്റ്റ് സർവീസിലാണ്. ഇത് 3 ക്വാളിറ്റി വണ്ടിയാണ്. 1.85, 1.25, 2.40. ഇതിമേ നമുക്ക് ഒരു 1.30, 1.40 ആ റേഞ്ചിലൊക്കെ ഒരു 10-60 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. റെഡി പൈസ അങ്ങനെ റെഡി പൈസ അങ്ങനെ തരാം. അല്ലെങ്കിൽ 10-50-60 അങ്ങനെ ഇറക്കും. 15-16 മൈലേജ് കിട്ടും. എല്ലാ MPF 15-16 പെട്രോൾ മൈലേജ് കിട്ടുമല്ലോ. അടുത്ത വണ്ടി ഡാക്സൺ റെഡിഗോ. ഞങ്ങളില്ലേ? ഇത് 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 60,000 കിലോമീറ്റർ ഓട്ടം ഓടിക്കുന്നുണ്ട്. ഓട്ടം കാര്യൊക്കെ കറക്റ്റുള്ള വണ്ടിയാണ്. നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഫുൾ ഓൺ ഉറപ്പ് മുടക്കണ്ട. ഒരു രൂപ മുടക്കാതെയാണ് ഫുൾ ഓൺ ഡാക്സൺ റെഡി കൊടുക്കുന്നത്. 2 രൂപേന്റെ കീപ്പട്ട് കൊടുക്കും. 1.90 ഫൈനൽ കൊടുക്കാം. 1.90 ലോൺ ചെയ്ത് കൊടുക്കാം. പൈസ മുടക്കാൻ കൊടുക്കാമല്ലേ? അതെ അതെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാര്യമൊക്കെ സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ. പിന്നെ ഓരോ പ്രൊഫൈലും കാര്യമൊക്കെ ക്ലിയർ ആണ് കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ ഫുൾ ഓൺ കൊടുക്കണം. ചെറിയ മുടക്ക് കൊടുക്കാതെ സീറ്റാർ കാര്യങ്ങളൊക്കെ ഉഷാർ. റീപ്ലേസും കാര്യമൊന്നുമില്ല. നല്ല അടിപൊളി സീറ്റാറ് കാര്യമൊക്കെ ഉണ്ട്. ടയറും കാര്യമൊക്കെ അത്യാവശ്യം ഒരു 50%, 60%. പെട്രോൾ മൈലേജ് പെട്രോള് 16-17 ആ റേഞ്ചില്. 18-നുള്ളിൽ കാര്യം മൈലേജിനാരും പറയാനല്ലേ? ഒരു അൾട്ടർനോറിന്റെ മാരാണല്ലോ. വേറെ പണി കാര്യങ്ങളൊന്നും വൃത്തിയാക്കാനൊന്നുമില്ല. ഒന്നും ചെല്ലല്ലേ. അടുത്ത വണ്ടി പഴയകാല രാജാവാണ്, അംബാസഡർ അല്ലേ? ഇത് 2000 മോഡൽ വണ്ടിയാണ് അംബാസഡർ. 2000 മോഡലാണ്. എസിലെ വണ്ടി. എസി ഉണ്ട്. തണുപ്പുണ്ട്. 25 ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. 2025 ഡിസംബർ ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടല്ലോ. അതെ അതെ. പിന്നെ കിലോമീറ്റർ ഇതിന്റെ ഒന്നും പറഞ്ഞിട്ട് ഓണർഷിപ്പ് എടാ, ഇത് ഓണർഷിപ്പ് എത്രയാണ് അത് നോക്കിയിട്ടില്ല. നോക്കി പറഞ്ഞല്ലോ. പാർട്ടി പാർക്കിംഗ് സെയിലിനിട്ടാണ്. ഇത് 83 രൂപ 85 ചോദിച്ചു. 83-നൊക്കെ കൊടുക്കാറുണ്ട്. ഇനി എന്തേലും പാർട്ടി വരുന്നതിനനുസരിച്ച് മാക്സിമം പിന്നെ സംസാരിച്ച് നോക്കാം. 85 ചോദിച്ചാണ്ട് 83 രൂപയൊക്കെ തരും. പിന്നെ കുറച്ച് തരും കേട്ടോ. പാർട്ടിയോട് പറഞ്ഞ തരൂലേ? തെറ്റില്ലാത്ത അംബാസഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് വീഡിയോയില് വേഗം പെട്ടെന്ന് പോണ വണ്ടിയാണ്. അതെ അതെ. നമ്മള് വീഡിയോ ഫസ്റ്റ് ആണ് ചെയ്യേണ്ടത് ഈ സംഭവം. അതെ അതെ. അംബാസഡർ കുറെ ചെയ്തു. അതല്ല, നമ്മള് ഈ വീഡിയോയിൽ ഫസ്റ്റ് ആണ് ചെയ്തത്. വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. പണി കാര്യമൊന്നുമില്ല. വണ്ടി കോഴിക്കോട് നിന്ന് ഓടിച്ചു കൊടുക്കുന്ന വണ്ടി തന്നെയാണ്. പാർട്ടിന്റെ വീട്ടിൽ AC ഉണ്ട്. ഇതിന് ഇഞ്ചൻ ഇത് ഇസൂസ് ഇഞ്ചനാണ് വരുന്നത്. 25 ഇൻഷൂർ കാര്യമൊക്കെ ഉണ്ട്. വണ്ടി പണിയെടുക്കാനല്ല. പണിക്കാരൊന്നും വലിയൊരു പണിക്കാരൊന്നും ഒന്ന് കേക്ക് കുട്ടപ്പനാക്കി അടുത്ത വണ്ടി ZNest ഒരു സിൽവർ കളറാണ്. ഇത് 2010 K സീരീസ് ആണ്. വാഗണറിന്റെ ഇഞ്ചൻ വരുന്ന മോഡൽ. 2010 മോഡൽ K സീരീസ് ഇഞ്ചൻ. ഏറ്റവും ഫുള്ളോട് VXI 4 ഡോർ വിൻഡോ ബാക്ക് വൈപ്പർ ഒക്കെ വരുന്നുണ്ട്. കിലോമീറ്റർ ആകെ 60,000 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. 60,000 കറക്റ്റ് ഹിസ്റ്ററിയിലെ സെക്കൻഡ് ഓണർ ഇപ്പൊ ആയതാണ്. എന്താ വെച്ചാല് മറ്റേ എക്സ്ചേഞ്ചിന് വേണ്ടിട്ട് ചെയ്താണ്. ഫസ്റ്റ് വണ്ടിയാനും റീപ്ലേസും കാര്യമൊന്നുമില്ല. കറക്റ്റ് സർവീസും കാര്യമൊക്കെ അല്ല വണ്ടി. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 1.65 ചോദിക്കും. 1.65 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. ലോണും കാര്യങ്ങളൊക്കെ ലോണും കാര്യം നമുക്ക് ഏകദേശം 1.60 ലോൺ കൊടുക്കാം. മാക്സിമം ഒരു 10-50 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. പ്രൊഫൈൽ ഉണ്ട്. 1.25 നിങ്ങളെ പ്രൊഫൈൽ മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ? ഏതായാലും കയറണ്ട്. എല്ലാവർക്കും കയറും. പിന്നെ 1.25 ഇതൊക്കെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട്. ഇത് പെട്രോൾ മാത്രം പെട്രോള്. ഇത് വാഗണറിന്റെ പുതിയ മോഡൽ ആവുകൊണ്ട് K സീരീസ് 16-17 ആ ലെവൽക്ക് എന്താണ് കിട്ടുമല്ലേ? വാഗണർ പുതിയ മോഡലിന്റെ മൈലേജ് അതേ ഇഞ്ചന വരിക. പിന്നെ ന്യൂ ടൈപ്പ് വരിക. ലൈറ്റ് കാര്യമൊക്കെ മാറും. ടൈപ്പ് ഇനി വേണേ അവിടെ ഉണ്ട്. കുറഞ്ഞാലുണ്ട്. അടുത്ത വണ്ടി ഇയോൺ കേട്ടോ. എങ്ങനെയില്ലേ? സാധാരണക്കാര വണ്ടി. സാധാരണക്കാരനാണ്. ഇത് ഇയോണ് 2015 മോഡൽ വണ്ടി. 15 അല്ലത്
14 15 മോഡല് 15 രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ? അതെ അതെ. ഓക്കെ, ഇന്ന് വന്നിട്ടുള്ളൂ, ഫ്രഷ് വന്നിട്ടുള്ളൂ. അതെ, ഇത് ഇറാ പ്ലസ് AC മസ്റ്റാരി 2 ഡോർ വിൻഡോ. കിലോമീറ്റർ ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 80,000 കിലോമീറ്റർ കറക്റ്റ് ഹിസ്റ്ററിയില്ല വണ്ടി. അതെ അതെ. റീപ്ലേസും കാര്യമൊന്നുമില്ല, കളറാണ്, ഫുൾ കട്ട് ടയർ ഉണ്ടല്ലോ. അതെ അതെ. പുതിയ ഇൻഷുറൻസ് ഇപ്പൊ ചെയ്താണ്. ഇത് നമുക്ക് 210 കുറച്ച് കൊടുക്കാം. ചെറിയ വലിയ വ്യത്യാസം വരാണ്ടാവും. അതെ. ലോൺ ഏകദേശം 180 190 രണ്ടിന്റെ ഉള്ളിൽ ചെയ്തു. മാക്സിമം ചെയ്തു. ഒരു 10,000 20,000 ഉണ്ടോ? മൈലേജ് 20 ഗ്യാരണ്ടി. കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സെറ്റ് ഒക്കെ ചെയ്ത് മാത്രം മതി. അതെ, ഒരു 10 രൂപേന്റെ പണി ഉണ്ടാവും. ഇല്ലല്ലേ? അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് അതും ടാക്സിലാണ് ഇപ്പൊ നിലവിലുള്ളത്. കാരിയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്. അതെ. ഞങ്ങളുടെ ഡീലറുണ്ട്. ഇത് 2017 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. VDI അല്ല, VDI അല്ല, VXI പെട്രോൾ വണ്ടി. VXI പിന്നെ 2017 മോഡല് പെട്രോൾ VXI വണ്ടി, 80,000 കിലോമീറ്റർ ഓട്ടം. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്. അതെ, അലവിയില് നല്ല അടിപൊളി സീറ്റാറ് കാര്യമൊക്കെ ചെയ്തു. ടാക്സി കൊടുക്കാം, ഇനി പ്രൈവറ്റ് ആക്കി കൊടുക്കണം, പ്രൈവറ്റ് ആക്കി എങ്ങനെ കൊടുക്കും? ആവശ്യക്കാരുണ്ടെങ്കിൽ ടാക്സി കൊടുക്കാം. ഓടിക്കോട്ടെ, പെട്രോൾ വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? നമുക്കിത് ടാക്സിയിലാകുമ്പോ നമുക്ക് 420 ചോദിക്കണേ. എന്തായാലും നല്ല നെഗോഷ്യബിൾ ആയിട്ട് എന്തായാലും മാറ്റോ കുറച്ച് കൊടുക്കാം. 420 മാക്സിമം കുറച്ച് ടാക്സിയുള്ള പരിപാടികളൊക്കെ റെഡിയല്ലേ? എല്ലാ പേപ്പറും ക്ലിയർ ആണ്. പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് നേരെ അങ്ങനെ കൊടുക്കാം. അങ്ങനെയാണ്. ലോൺ എത്ര കയറും? ഇതിമേ ഏകദേശം ലോണ് പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 3.25 4 അടുത്ത് കയറും. ടാക്സിയിലാകുമ്പോൾ പ്രൊഫൈല് നോക്കിയിട്ട് 3 റുപ്യ. വിളിച്ചോളൂ, നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. നിങ്ങൾ പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കിയിട്ട് മാക്സിമം ലോൺ ചെയ്ത് തരാം. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോള് സ്വിഫ്റ്റ് 16 17 മൈലേജ് കിട്ടുമല്ലോ. അടുത്ത കൊണ്ട് ചെറിയ കായിന്റെ വാഗണർ. ഇത് 2009 മോഡലാണ്. പിന്നെ AC പവർ സ്റ്റാരിങ്. കിലോമീറ്റർ നമുക്ക് വേണമെങ്കിൽ നോക്കാം. മാക്സിമം ഓടിയിട്ടൊന്നുമില്ല. ഓണർഷിപ്പ് 2 ആണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒരു പരിപാടി കൊടുക്കാനല്ലേ? എത്ര വണ്ടി നമുക്ക് 1.25 1,25,000 നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 80 70 80 ഒരു 10-35 റുപ്യക്ക് വാഗണർ കൊണ്ടുപോകാം. വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ക്ലിയർ വണ്ടി. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 15-16 ആ ലെവല് മൈലേജ് കിട്ടും. അടുത്ത വണ്ടി ചെറിയ കായിന്റെ ജെന്നസിലാണ്. ഇത് പഴയ ടൈപ്പ് ആണ് വരുന്നത്. ആദ്യം കാണിച്ച പുതിയ ടൈപ്പ് ആണ്. ഇത് ഓൾഡ് ഷേപ്പ് ആണ്. എങ്ങനെ മോഡൽ? ഇത് 2027 പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. LX ആണ് ഇതിൽ വരുന്നത്. പവർ സ്റ്റാരിങ് വരൂല. പവർ സ്റ്റാരിങ് വരാത്ത മോഡല്ല. അതില് AC വർക്കിംഗ് ഇല്ല. ചെറിയ വില ഉള്ള ഒരു മാർജിന്റെ കായ്ക്ക് 70,000 റുപ്യക്ക് കൊടുക്കാം. കിലോമീറ്റർ അല്ലാതെ 90 സംതിങ് ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 27 പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒരു പഠിക്കേണ്ടവർക്കൊക്കെ നല്ല കണ്ടീഷൻ, നല്ല ബോഡി ഷേപ്പിൽ കാര്യമൊന്നുമില്ല. ശരിയാക്കണേ ശരിയാക്കി കൊടുക്കാം. നമ്മള് ചെറിയ വലുതാ കൊണ്ട് നോക്കിയിട്ടില്ല. AC വരുന്ന ടൈപ്പാണ്. പവർ സ്റ്റാരിങ് വരാത്ത മോഡൽ. 75 ചോദിച്ചു. എവിന് എന്തേലും ഒക്കെ നമുക്ക് തന്നെ 10-65 60 വില. 70 റുപ്യക്ക് ഫൈനലാക്കി കൊടുക്കാം. ചെറിയ ഓടിക്കാൻ പറ്റും. പെട്രോൾ വണ്ടി 15-16 അടുത്ത വണ്ടി ആൾട്ടോ. വീണ്ടും ആൾട്ടോ 2010 മോഡല് ന്യൂ ഷേപ്പ് വണ്ടി തന്നെയാണ്. അതേമാതിരത്തെ വണ്ടി തന്നെ. 10 മോഡൽ ന്യൂ ഷേപ്പ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ആകെ 80,000 കിലോമീറ്റർ കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. LXI AC പവർ സ്റ്റാരിങ് 2ാമത്തെ ഓണർ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസും കാര്യം ഒന്നുമില്ല. ഒക്കെ ഉണ്ട്. എല്ലാം ചെയ്താൽ എത്ര വണ്ടി നമുക്ക് 1.30 1,30,000 കുറക്കോ? എന്തേലും ചെറിയ നെഗോഷ്യബിൾ കുറച്ച് വണ്ടി നോക്കിയാൽ ആജായി ബോഡിയാണ്. നല്ല അടിപൊളിയാക്കി 100% പറഞ്ഞു കൊടുക്കാം. അതെ അതെ. ലോൺ എത്ര കൊടുക്കും? ലോൺ നമുക്ക് ഉറപ്പിയ ചെയ്ത് കൊടുക്കാം. ഒരു 30,000 മതി. അതെ അതെ. ആൾട്ടോളൊക്കെ 30,000. അതേപോലെ മാക്സിമം ലോൺ ഉള്ളല്ലേ? എല്ലാം മാക്സിമം ലോൺ കൊടുക്കും. എല്ലാം ചെയ്തു. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 20 ഗ്യാരണ്ടി. ആൾട്ടോ അല്ലേ? എന്തായാലും കിട്ടുമല്ലോ. പിന്നെന്താ?
ആ വയറ് അതുണ്ടല്ലോ അല്ലേ കൊച്ചിയുടെ ഏരിയയിലൊക്കെ ഉണ്ട് ഏരിയയിലെ എല്ലാ വണ്ടിയും എല്ലാം ഉണ്ടല്ലോ അല്ലേ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് നല്ല അടിപൊളി 7 സീറ്റ് ബൊലേറാണ് കിടക്കുന്നത് ഫുൾ കട്ട ടയറിലല്ലേ 4 പുത്തൻ ടയർ 4 കരിമ്പുത്തൻ ടയറാണ് പുതിയ ഇൻഷൂർ പുതിയ പേപ്പർ 2008 28 വരെ പേപ്പറും കാര്യമൊക്കെ അല്ലേ 2008 മോഡലാണല്ലേ കിലോമീറ്റർ വരാൻ പറ്റുമോ കിലോമീറ്റർ വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെണ്ണം പിന്നെ ഓണർഷിപ്പ് 3 or 4 ആയിട്ടാണ് റീപ്ലേസും കാര്യമൊന്നുമില്ല ഒരു പരിപാടിയില്ല തുരുമ്പ് കാര്യങ്ങളൊന്നും തുരുമ്പൊന്നും കാര്യമൊന്നുമില്ല 2008 28 വരെ പേപ്പർ പുതിയ ഇൻഷുറൻസ് 4 പുത്തൻ ടയർ നമുക്ക് 2,500 ചോദിക്കണേ DI വണ്ടി DI ആണ് 2 ലക്ഷം ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് മാക്സിമം എത്ര കിട്ടണം ചോദിച്ചു നോക്കിട്ട് അതിന് മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു 10 പകുതി എങ്ങനെയാലും കയറും ഒരു 10-50 വണ്ടി ഇറക്കാം നോക്കാം നമുക്കല്ലേ ആളുകൾ വന്നോട്ടെ മാക്സിമം നോക്കിട്ട് പറയാം ചെറിയ കായ്ക്ക് ബലി വയ്ക്കണമല്ലോ എല്ലാ വണ്ടി കൊടുക്കാല്ലേ ഇത് മൈലേജ് എത്ര കിട്ടും മൈലേജ് ഇത് ഏകദേശം 15 റേഞ്ചില് മൈലേജ് ഡീസൽ എന്തായാലും 15-16 ലെവലിൽ മൈലേജ് പറയാനല്ലേ വേറെ പണികളൊന്നും പേപ്പർ ക്ലിയർ ഫുൾ പേപ്പർ ഇല്ല ഫ്രണ്ട്സ് അപ്പോ വീടോട് വൈൻഡ് അപ്പ് ചെയ്യണം ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കാണി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വെക്കണം അപ്പൊ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം